ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ക്വിക്ക് റിവ്യൂ നോക്കാം. ഡെഫിനിഷൻ: ഡിസീസ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ബോൺ മാരോനെ ഹെൽത്തി സ്റ്റെം സെൽസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് യൂഷ്വലി ചെയ്യുന്നത് കീമോതെറാപ്പിക്ക് ശേഷം വിത്ത് ഓർ വിത്തൗട്ട് റേഡിയേഷനിലാണ്. സ്റ്റെം സെൽസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ വീനസ് കത്തീറ്റർ വഴിയാണ്. ഇൻഡിക്കേഷൻസ്: ഫസ്റ്റ് വൺ ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. അബ്നോർമൽ ആയിട്ടുള്ള WBCs കൂടുന്നു. സിക്കിൾ സെൽ അനീമിയ, RBCs സിക്കിൾ ഷേപ്ഡ് ആവുന്നു. അപ്ലാസ്റ്റിക് അനീമിയയിൽ ബോൺ മാരോസിന് ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ജനറ്റിക് ഡിസീസ് ലൈക്ക് തലാസീമിയ. തലാസീമിയയിൽ ഡെഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമൂലം സിവിയർ ആയിട്ടുള്ള ക്രോണിക് അനീമിയ ഉണ്ടാവുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡോണർ സ്റ്റെം സെൽസ്. ഫസ്റ്റ് വൺ ഓട്ടോലോഗസ്. ഓട്ടോലോഗസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സ്വന്തം സ്റ്റെം സെൽസ് ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അലോജനിക്. അലോജനിക് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മാച്ച്ഡ് ആയിട്ടുള്ള ഡോണർ, യൂഷ്വലി സിബ്ലിങ്സിൽ നിന്നാണ് എടുക്കുന്നത്. സിൻജനിക് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽസ് മെയിനായിട്ട് എടുക്കുന്ന ഐഡന്റിറ്റിക്ക് ട്വിൻസിൽ നിന്നാണ്. സോഴ്സ് ഓഫ് സ്റ്റെം സെൽസ്: ഫസ്റ്റ് വൺ അംബിലിക്കൽ കോർഡ്, സെക്കൻഡ് വൺ ബോൺ മാരോ, കോമൺലി ഫ്രം ഇലിയാക് ക്രസ്റ്റ്, ദെൻ പെരിഫറൽ ബ്ലഡ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആസ്പിരേഷൻസ് വഴി ബോൺ മാരോ കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ കണ്ടീഷനിങ്. ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി കൊടുത്തിട്ട് മാലിഗ്നന്റ് അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ബോൺ മാരോ സെൽസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ബോൺ മാരോയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് എൻഗ്രാഫ്റ്റിന് വേണ്ടിയാണ്. സ്റ്റെം സെൽസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് കണ്ടീഷനിങ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്പ്ലാന്റേഷൻ. സ്റ്റെം സെൽസ് സെൻട്രൽ ലൈനിൽ കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എൻഗ്രാഫ്റ്റിംഗ്. എൻഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ബോൺ മാരോയിലേക്ക് എത്തുന്നു. ബോൺ മാരോയിലേക്ക് എത്തി ഇതൊരു 7 weeks വരെ ടൈം എടുക്കും. പ്രോപ്പർ ആയിട്ടുള്ള എൻഗ്രാഫ്റ്റിംഗ് നടന്നാൽ ബ്ലഡ് കൗണ്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങും. നെക്സ്റ്റ് ആണ് പോസ്റ്റ് എൻഗ്രാഫ്മെന്റ് പീരീഡ്. എൻഗ്രാഫ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആ പീരീഡ് ആണ് പോസ്റ്റ് എൻഗ്രാഫ്മെന്റ് പീരീഡ്. ഇവിടെയാണ് മേജർ കൺസേൺസ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്, ത്രോംബോസൈറ്റോപിനിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ത്രോംബോസൈറ്റോപിനിയ എന്ന് പറഞ്ഞാൽ ലോ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ന്യൂട്രോപീനിയ എന്ന് പറഞ്ഞാൽ ലോ ന്യൂട്രോഫിൽസ്. നമുക്ക് കോംപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. GVHD എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റഡ് സെൽസ് റിജക്റ്റ് ആവുന്നു. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ ആണ് വീനോ ഒക്ലൂസീവ് ഡിസീസ്. വീനോ ഒക്ലൂസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് വെയിൻസ് ത്രോംബോസിസോ അല്ലെങ്കിൽ ഫ്ലിബൈറ്റിസ് എന്ന് പറഞ്ഞാൽ വെയിൻസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. അത് വന്നിട്ട് ഹെപ്പാറ്റിക് വെയിൻ ഒക്ലൂഡഡ് ആവുന്നതിനെയാണ് വീനോ ഒക്ലൂസീവ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ക്വിക്ക് റിവ്യൂ. കൂടുതൽ നഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.